അപ്പോൾ ഈ ആയുർവേദം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കുറച്ച് ഈ ഹോം റെമഡി DIY സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയ വലിയ അസുഖങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പീരിയഡ്സ് ഇറഗുലർ ആണ്. അപ്പം ഇപ്പം എൻ്റെ കേസിൽ പറഞ്ഞാൽ തന്നെ എനിക്കിപ്പം പീരിയഡ്സ് തുടങ്ങിയ സമയത്ത് നല്ല ഇറഗുലർ ആയിരുന്നു. അതായത് എല്ലാ 15 ഡേയ്സും പീരിയഡ്സ് വരുമായിരുന്നു. ഒരു 10 ഡേ ഫ്ലോ ഉണ്ടായിരുന്നു. ഒരു ദിവസം 8 പാഡ്സ് ഒക്കെ മാറ്റുമായിരുന്നു. നല്ല ഇറഗുലർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പം ഞാനിപ്പോൾ ഇഫ് ഐ ഹാഡ് അപ്രോച്ച്ഡ്, എൻ്റെ സ്റ്റോറി ഞാൻ പറയാം, പക്ഷേ ഇഫ് ഐ ഹാഡ് അപ്രോച്ച്ഡ് ഒരു ആയുർവേദിക് ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആയുർവേദിക് ഡോക്ടർ, അപ്പോൾ അവർ തന്നയക്കുന്ന മെഡിസിനോട് നമുക്ക് എന്തോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനോട് എന്താ പറയാനുള്ളത്? നമ്മൾ ഇപ്പം പറഞ്ഞ കേസാണെങ്കിൽ നമ്മൾ ഒരു പൊതുവെ പറയാറുണ്ട്, ഒരു 18 വയസ്സ് വരേക്കും നമുക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് നോർമൽ ആണ് എന്നാണ് പറയാറ്. അതായത് നമ്മുടെ HPO ആക്സിസ് ഇമ്മെച്യൂരിറ്റി ആണ്. അതല്ലാത്ത കേസുകളും ഉണ്ട്, എങ്കിൽ പോലും പൊതുവെ അങ്ങനെയാണ് വരിക. അപ്പോൾ ഈ ഹോം റെമഡീസ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും എല്ലാ ഹോം റെമഡീസും ആയുർവേദം ആണെന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ എല്ലാ ആയുർവേദവും ഹോം റെമഡി ആണെന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെയാണ് സംഭവം. വീട്ടിൽ നിൽക്കുന്ന ഏതോ ചെടിയൊക്കെ പിഴുതുകൊണ്ട് അപ്പൊ നമ്മള് ഇപ്പം ആയുർവേദത്തിലാണ് ഹോം റെമഡീസ് പെടുന്നതെന്ന് പറഞ്ഞാൽ അതൊരു അപകടമാണ്. കാരണം ഇപ്പം കിട്ടുന്ന പേരും എല്ലാം അരച്ചിലക്കി കുടിച്ചാൽ ആയുർവേദം ഒന്നാവും, പിന്നെ അത് പ്രശ്നമാണ്. അതങ്ങനെയല്ല. പക്ഷെ ചെറിയൊരു തിൻ ലൈൻ ഉണ്ട് അവിടെ, പ്രശ്നം എപ്പോഴും ഉണ്ടത്. ആ ഒരു മാർജിൻ നമ്മളെപ്പോഴും എന്താണ് ക്രോസ് ചെയ്യാതിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ചൊരു ബോധം വേണം. അപ്പോൾ ഇപ്പം ഹോം റെമഡീസ് ഇറഗുലാരിറ്റീസിൻ്റെ പറയുകയാണെങ്കിൽ നമ്മൾ കൊച്ചുകുട്ടികളിൽ ഇതുപോലുള്ള ബ്ലീഡിങ് കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മൾ അമ്മമാർ വീട്ടിലിങ്ങനെ തെങ്ങിൻ പൂക്കുല കുറുക്കി കൊടുക്കും, എന്താണ്ട് കറക നീര് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മുക്കുറ്റി വെള്ളത്തിൽ കഷായം വെച്ച് കൊടുക്കും. ഇതൊക്കെ തന്നെ എഫക്റ്റീവാണ്. ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് ആ ഒരു ബ്ലീഡിങ് പൂർണ്ണമായിട്ടും മാറ്റി റെഗുലർ ആക്കാറുണ്ട്. അത് പക്ഷേ നമുക്ക് എപ്പോഴും അതിനെ റിലേ ചെയ്യാൻ പറ്റില്ല. അതാണ് കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും വേറെ കോഴ്സുകൾ എന്തെങ്കിലും കാണും, എന്തെങ്കിലും സ്ട്രക്ചറൽ അനോമലീസോ അല്ലെങ്കിൽ എക്സ്ട്രീം ഹോർമോണൽ അബ്നോർമാലിറ്റീസോ തൈറോയ്ഡ് ഡിസ്ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു കറങ്ങനീര് കൊടുത്തു, അല്ലെങ്കിൽ കറ്റാർവാഴ നീര് കൊടുത്തു, അല്ലെങ്കിൽ തെങ്ങിൻപൂക്കല കുറുക്ക് കൊടുത്തു, അത് ശരിയായി. അശോക പാൽ കഷായം വെച്ച് കൊടുക്കാറുണ്ട്. അതൊക്കെ കൊടുത്ത് ഇപ്പം ശരിയായി. അടുത്ത സൈക്കിളും ഒരുപക്ഷെ ശരിയാവും. പക്ഷെ അടുത്ത സൈക്കിൾ തൊട്ട് ഹെവി ബ്ലീഡിങ് ആണെങ്കിലോ റെക്ചർ ചെയ്യാം, അനീമിക് ആവും. കുട്ടികളാണെങ്കിൽ അനീമിക് ആവും, പിന്നെ അത് സിവിയർ അനീമിയയിലേക്കൊക്കെ പോകും. അപ്പോൾ അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ എന്ത് തന്നെ ആയാലും ഹോം റെമഡിയിൽ റിലേ ചെയ്യാതെ ഒരു ഡോക്ടറെ പോയി കാണാന്നുള്ളതാണ്. ബ്ലീഡിംഗ് ആയിട്ട് എന്തെങ്കിലും വന്നാൽ നമുക്കിപ്പം ഗർഭാശയത്തിൽ എന്തുണ്ടെങ്കിലും അത് ബ്ലീഡിംഗ് ആയിട്ടാണല്ലോ വരിക. അതെ, നമ്മുടെ ഹോർമോണൽ ഇറഗുലാരിറ്റീസും ബ്ലീഡിംഗ് ആയിട്ടാണ് സ്ത്രീകളിൽ പ്രകടമാകുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുക, ഡയഗ്നോസ് ചെയ്യുക. എനിക്കിപ്പം അന്ന് ലൈക്ക് മൈ മോം മെറ്റ് ഡോക്ടർ, ലൈക്ക് ആയുർവേദിക് ഡോക്ടറിനെ കണ്ടിട്ട് ഹി ഗേവ് മി എ റെജിമെൻ, ലൈക്ക് ഒരു ഫുൾ സൈക്കിൾ 6 month സൈക്കിൾ റെജിമെൻ തന്നായിരുന്നു. അപ്പം ഞാനത് നല്ല റിലീജിയസ്ലി ഇങ്ങനെ ഫോളോ ചെയ്തു കറക്റ്റായിട്ട്. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. മമ്മി എന്നെ എല്ലാം എടുത്ത് തരുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു മെഷറിങ് ചെറിയ ജാറിലൊക്കെ. അപ്പോൾ അതെല്ലാം ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ പിന്നെ ഇന്ന് വരേക്കും എനിക്ക് പീരിയഡ് ഇറഗുലാരിറ്റി വന്നിട്ടേയില്ല. അത് ഇപ്പം നിൻ്റെത് പറഞ്ഞത് പ്യൂബർട്ടിയിലല്ലേ? അതെ. അപ്പോൾ ഒരു HPO ആക്സിസ് ഇമ്മെച്യൂരിറ്റി കൊണ്ടിട്ടുള്ളതായിരുന്നു കാണും. പക്ഷെ ഇറ്റ് വാസ് ലൈക്ക് അൺബെയറബിൾ, ബിക്കോസ് അത്രയും ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആർക്കായാലും കുറച്ചൊരു സ്കൂളിലും പോകാൻ പറ്റുന്നില്ല. അപ്പം സ്കൂളിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരുന്നു. വീട്ടിലിരുന്നാലും ഭയങ്കര പാഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര വയറുവേദന. അപ്പം ഇമോഷണലി ഭയങ്കര ഇച്ചിരി ഫേസ് പാടായിരുന്നു, ഡിഫിക്കൽട്ട് ഫേസ് ആയിരുന്നു. പക്ഷേ അത് ഞാൻ ആ റെജിമെൻ എടുത്തതിന് ശേഷം പിന്നെ അത് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സോ ഐ ആം ലൈക്ക് ഓൾവേസ് ബീൻ വെരി ഗ്രേറ്റ്ഫുൾ ടുവേർഡ്സ് ഈ ഒരു ആയുർവേദ. അപ്പം ആസ് ഫാർ ആസ് ലൈക്ക് മെൻസ്ട്രൽ സൈക്കിൾ ഇസ് കൺസേൺഡ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക്. അപ്പോൾ കുറേ പേരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട് HPO ആക്സിസ് ഇമ്മെച്യൂരിറ്റി കാണുമാണ്. അപ്പം അതിന് നമ്മൾക്കും മെഡിസിൻ കൊടുക്കാറില്ല. നമ്മൾ പ്യൂബർട്ടി ഏജ് ഗ്രൂപ്പിലെ ഗേൾസ് വരുമ്പോഴത്തേക്ക് നമ്മളും പറയുന്നത് HPO ഇമ്മെച്യൂരിറ്റി കാണുവാണ്, അത് ശരിയായിക്കോളും, 18 years വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. പക്ഷെ 18 years വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ആപ്രിഹെൻസീവ് ആണ്, അതൊരു ബുദ്ധിമുട്ടാണ്, കുട്ടികൾക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് മുന്നേ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നും പറഞ്ഞിട്ട് ആക്ച്വലി ഞാൻ കുറേ പേരെ ക്രോസ് റെഫറൽ ചെയ്തിട്ടുണ്ട്.
ആയുർവേദത്തിലോട്ട്. സോ അതുകൊണ്ട് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള കണ്ടീഷനിൽ നല്ലതാണ് ശരിക്കും. ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, അവൈലബിൾ ആണ്. ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ അങ്ങനെ ഒരു അവയർനെസ് വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരേ ഒരു only one thing, വാട്ട് എവർ ദാറ്റ് ഡോക്ടർ ഗിവ്സ് യു അത് അതേപോലെ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ, അല്ല ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടും കാര്യമില്ല, തെറ്റായിട്ട് എടുത്തിട്ടും കാര്യമില്ല, യു വിൽ നോട്ട് ഗെറ്റ് ദ ഡിസൈഡ് അത് റിസൾട്ട്. സത്യമാണ്. അപ്പം അങ്ങനെ ഒരു നമ്മളൊരു പ്രശ്നമുണ്ട്. 3 സൈക്കിൾ കൺസിക്യൂട്ടീവ് സൈക്കിൾസിലാണ് നമ്മുടെ എല്ലാ ട്രീറ്റ്മെന്റ്സും പോകുന്നത്. അത് ആ ഒരു 3 മാസം നമ്മൾ ആ മെഡിസിൻ കണ്ടിന്യൂസ് കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് എല്ലാ ആയുർവേദ ട്രീറ്റ്മെന്റ്സിനും നമ്മളത് പറയും. 3 അപ്പം എന്ത് ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ നമ്മൾ ആ ട്രീറ്റ്മെന്റിന് നല്ല പോലെ നമ്മളൊരു ട്രസ്റ്റ് വെക്കണം, ഒരു ഫെയ്ത്ത് വെക്കണം. അതായത് ദിസ് ട്രീറ്റ്മെന്റ് ഇസ് ഗോയിങ് ടു ക്യൂർ മീ, അല്ലെങ്കിൽ ദിസ് ട്രീറ്റ്മെന്റ് ഇസ് ഗോയിങ് ടു മേക്ക് മീ ഫീൽ ബെറ്റർ എന്നൊരു വിശ്വാസം എപ്പോഴും നമ്മുടെ ഉള്ളിലും വേണം. എന്നാൽ മാത്രമേ അത് ആക്ച്വലി എഫക്റ്റ് ആവത്തുള്ളൂ. അപ്പം അതൊരു കാര്യമാണ്.